ചത്തത് കീചകനെങ്കിൽ ഉറപ്പായും അത് ഭീമൻ തന്നെ. കീചകൻ ചത്തു എന്നുള്ളത് യാഥാർത്ഥ്യം, ഭീമൻ കൊന്നു എന്നുള്ളതും യാഥാർത്ഥ്യം. രാജ്യത്ത് കേരളത്തിലടക്കം എന്ന് തന്നെ ഇപ്പോൾ പറയാം അപരമത വിദ്വേഷത്തിൻ്റെയും വംശീയ വെറുപ്പിൻ്റെയും അത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിൽ സംഘ് പരിവാറിൻ്റെ പങ്ക് മുമ്പ് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനികൾ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ള വിവരങ്ങൾ. അതിൽ ഈ പറഞ്ഞതുപോലെ അവിടെയാണ് നിങ്ങൾ പറഞ്ഞ ആൾക്കൂട്ടം ഉണ്ടാകുന്നത്. ആ ആൾക്കൂട്ടത്തിൽ പ്രധാനി ആര്? ആ പ്രധാനികൾ എന്താണ് ചോദിച്ചത്? ആ പ്രധാനികളിൽ നിന്ന് അങ്ങനെ ഒരു ആക്രമണം അവിടെ നടക്കും വിധത്തിലേക്ക് രൂപപ്പെട്ടു. നിങ്ങൾ ബംഗ്ലാദേശി മുസ്ലിം അല്ലേ എന്ന ചോദ്യത്തിൽ ഉയരുന്നുണ്ട്. ആ അപരമത വിദ്വേഷത്തിൻ്റെ ഉറവിടം എവിടെയാണ്? ആ വംശീയതയുടെ ഉറവിടം ഏതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഈ രാജ്യത്തിന് ഇന്നില്ല എന്നിരിക്കെ ചത്തത് കീചകനാണ്, കൊന്നത് ഭീമൻ തന്നെയാണ്. അവിടെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. കേവലം നിഷേധം കൊണ്ട് മാത്രം തീരില്ല. അല്ല, നിഷേധമല്ലല്ലോ സാർ, ഇത് ഫാക്റ്റ് ആണല്ലോ. ഇപ്പം ഞാൻ പറയുന്നത് ഈ സ്പെഷ്യൽ ബ്രാഞ്ച്, കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞ സംഘപരിവാറിൻ്റെ ഒരു പരിവാർ സംഘടന ഒന്നുമില്ലല്ലോ. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുകൾ കൃത്യമായിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ചോദ്യം. അല്ല, ഞാൻ പറയട്ടെ, പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അതിന് റിമാൻഡ് റിപ്പോർട്ടുണ്ട്, നാളെ കസ്റ്റഡി അപേക്ഷ കൊടുക്കാൻ പോകും, കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ കൊടുക്കും. അപ്പോൾ പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കോർട്ട് ഡോക്യുമെന്റ് അല്ല. ഞാൻ പറഞ്ഞത് കോടതിക്ക് മുമ്പിൽ വരുന്ന രേഖകളുള്ളപ്പോൾ പിന്നെ എന്തിന് സ്പെഷ്യൽ ബ്രാഞ്ച്? റിപ്പോർട്ടുണ്ട്, അതൊരു ആധികാരിക രേഖകളിലാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു അരൂപിയാണല്ലോ. കോടതിക്ക് മുമ്പാകാവുന്ന രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. പറഞ്ഞു അതന്നെ ആ കോടതി രേഖകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത് സംഘപരിവാറിന്റെ RSSന്റെ ഒരു മെമ്പർഷിപ്പുള്ള ഒരു പ്രവൃത്തിയല്ല. ഇതിനകത്ത് കൃത്യമായി ആൾക്കൂട്ടത്തിൽ ഇടപെട്ടുള്ള കോൺഗ്രസ്സുകാരനും CPM-കാരനുമാണ്. അവർ ഇടപെട്ടുണ്ടാക്കിയ ഒരു കൊലപാതകത്തെ കേരളത്തിലെ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലെ രണ്ട് പ്രതികൾ പ്രദേശത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ്. അതുപോലെ തന്നെ വാർത്തകളിൽ വന്ന മറ്റൊന്നുണ്ട്, സുബൈർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള പ്രദേശത്തെ RSS പ്രവർത്തകനോ മറ്റോ അല്ലെ സംഘപരിവാർ പ്രവർത്തകൻ. അവിടെ പ്രതികളെ കാണാൻ പറഞ്ഞ വ്യക്തികളെന്ന് നിങ്ങൾ പറയാത്തത്. ഞാൻ ഇതിലെ നാലാമത്തെ പ്രതി ഇപ്പോഴും CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ് സാർ. സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് CPM-കാരനും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റ് മറ്റുള്ളവർ നിങ്ങളുടെ ആളുകൾ തന്നെ? നിങ്ങൾ നാലാം പ്രതിയിലേക്കും അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിലേക്കും നിങ്ങളുടെ BJP-യുടെ ചുമതലപ്പെട്ട ഒരാൾ പോലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, BJP-യുടെ ചുമതലപ്പെട്ട ഒരാൾ പോലുമില്ല. ചുമതലപ്പെട്ട പ്രവർത്തകർ മുഴുവൻ കോൺഗ്രസിന്റെയും CPM-കാരുമാണ്. അപ്പൊ RSSന്റെ അജണ്ടയ്ക്ക് നിന്ന് കൊടുക്കുന്നവരാണ് നിങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ കേരളത്തിൽ ഒരു പൊതു വിശേഷം, അദ്ദേഹം പാലത്തായി കേസിനെ കുറിച്ച് പറഞ്ഞു. നിരപരാധി, ഞങ്ങൾ ഇപ്പോഴും പറയുന്നു സാർ, ഗോവൻ സാർ, നിരപരാധിയായിട്ടുള്ള ഒരു അധ്യാപകനെ നിങ്ങൾ ആസൂത്രിതമായിട്ട് RSSകാരനായതിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ജയിലറയ്ക്കലിലേക്ക് നിങ്ങൾ തള്ളിവിട്ടുള്ളത്. കേസ് അവസാനിക്കുന്നില്ല ശരത് സാറേ. പാലത്തായി കേസിന്റെ അന്തിമ വിധി വരട്ടെ. യഥാർത്ഥ ആരാണ് ഇതിനകത്ത് കളിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കോടതി വിധിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നല്ലേ പറയുന്നത്? വളരെ അല്ല, നിങ്ങൾ പോലീസിനെ വിടും, കോടതി വിധിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നല്ലേ പറയുന്നത്? ആരാ പറഞ്ഞത്? ആ പ്രതി നിരപരാധിയാണെന്ന് ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് കോടതിയാണ് 2-20 വർഷം അയാളെ ശിക്ഷിച്ചത്. ആ പ്രതി നിരപരാധിയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. മേൽക്കോടതികളുണ്ടല്ലോ, അത് വേറെ. അത് കോടതിയെ വിശ്വസിച്ചുകൊണ്ട് അപ്പീൽ നടപടികളെ ആശ്രയിക്കലാണ്. നിങ്ങൾ പറഞ്ഞത് ഈ വിധിയിൽ വിശ്വാസമില്ല എന്ന്. അല്ലല്ല, ഞാൻ പറയട്ടെ, അങ്ങനെയല്ല. ആ ശരത് സാർ അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. കേട്ടതല്ലേ? അന്തിമ വിധി വരട്ടെ. ഞാൻ അദ്ദേഹം അതിന് അപ്പീൽ പോയിട്ടുണ്ട്. അതിനകത്ത് വിധി വരട്ടെ. ആസൂത്രിതമായിട്ട് ഈ കേരളത്തിൽ പോലീസ് സംവിധാനം ആ കാലം വരെയും കേരളീയ പൊതുസമൂഹത്തിന് അയാൾ പ്രതിയാണ്, അയാൾ കുറ്റവാളിയാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കാൻ കഴിയുക. പ്രിന്റുവിന്റെ വാദമല്ല കേരളീയ സമൂഹം എടുക്കുക. എന്താണ്? അയാൾ അപ്പീലിൽ പോയി വിടുതൽ വാങ്ങിച്ചാൽ മാത്രമാണ് അയാൾ കുറ്റവാളിയല്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അതുവരെ പാലത്തായി കേസിൽ അയാൾ കൊടും കുറ്റവാളിയാണ്. എന്താ സംശയം? അയാൾ അപ്പീൽ കൊടുത്തു എന്നതുകൊണ്ട് കേരളം അയാൾ പ്രതിയല്ല, അയാൾ കുറ്റവാളിയല്ല, അയാൾ ശിക്ഷിക്കപ്പെട്ടയാളല്ല എന്ന് വിശ്വസിക്കണോ? വിശ്വസിക്കില്ല ആരും. പ്രിന്റുവിന്റെ പാർട്ടി വിശ്വസിക്കും. കേരളത്തിലെ പിണറായി അല്ല സാർ, കേരളത്തിലെ ഞാൻ പറയട്ടെ, ഒരു കീഴ്ക്കോടതിയുടെ വിധി അന്തിമമായി കൊണ്ട് ഒരാളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അയാൾ പ്രതിയാണെന്ന് എങ്ങനെയാണ് നമുക്കറിയാൻ സാധിക്കുക? അന്തിമമായിട്ടുള്ള വിധി, പാലത്തായി കേസിന്റെ അന്തിമ വിധി വരെ കേരള സമൂഹം കാത്തിരിക്കുകയാണ്. അന്തിമ വിധിയില്ല, ഏറ്റവും പ്രധാനപ്പെട്ട വിധി വന്നു കഴിഞ്ഞേ സാർ.
വെറുതെ ന്യായീകരിക്കാൻ നിൽക്കല്ലേ പ്രിന്റു, നോക്കാമല്ലോ, വെറുതെ നോക്കാമല്ലോ സാർ. ന്യായീകരിക്കാൻ നിൽക്കരുത്. അല്ല നോക്കാമല്ലോ സാർ. ശരി. പിന്നെ കേരളത്തിൽ ആരാണ് ഈ വർഗീയതയുടെ വിഭജനത്തിനും വംശീയതയെ പറഞ്ഞത്? കേരളത്തിൽ CPM പീഡനത്തെ കുറിച്ച് പറയാൻ എന്ത് അധികാരമാണുള്ളത്? പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ 4ാം സ്ഥാനത്താണ് ദളിത് പീഡനത്തിൽ കേരളം നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ ആത്മഹത്യ ചെയ്ത് സൂയിസൈഡ് ചെയ്തിട്ടുള്ള 10 വർഷം കൊണ്ട് ആത്മഹത്യ ചെയ്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6036ആണ്. അതിൽ 4600 പേര്. നിങ്ങൾ പ്രിന്റു അതിന്റെ ഡീറ്റെയിൽസ് പറയണം. പ്രിന്റു പറയണം. പ്രിന്റ് ഒരു ആർഗ്യുമെന്റ് വെച്ചാൽ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. ഏത് റെക്കോർഡ്, ഏതൊക്കെ തരത്തിൽ അതിന് അവലംബമായ രേഖകൾ എന്ത് പ്രിന്റു പറയണം. അല്ലാത്ത പക്ഷേ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കേരളത്തിന്റെ സ്ഥാനം അതേയല്ല. കേരളത്തിന്റെ സ്ഥാനം അതല്ല. അതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ നിങ്ങൾ നോക്കൂ, നിങ്ങളെ ക്രൈം റിപ്പോർട്ടുകൾ നോക്കൂ സാർ. കേരളത്തിലെ ക്രൈം റിപ്പോർട്ട് നിങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ട ആൾ. നിങ്ങളാണ് ആക്ഷേപം ഉന്നയിച്ചയാൾ. ഇനി പോട്ടെ, ഇനി ചോദിക്കട്ടെ. അത് തീർച്ചയായും നിങ്ങൾ കേരളത്തിലെ നിയമസഭയുടെ ആധികാരിക രേഖകളിൽ നിങ്ങളുടെ മന്ത്രി, നിങ്ങളുടെ കൊടുത്ത റിപ്പോർട്ടാണ് ഞാൻ കേരളത്തിലെ ദളിത് പീഡനങ്ങള്. ശ്യാംകുമാർ സാർ ഉണ്ടല്ലോ, അദ്ദേഹം ആധികാരികമായിട്ട് ദളിത് പീഡനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണല്ലോ. ഇനി നിങ്ങളുടെ പാർട്ടിയുടെ എന്താണ്? നിയമസഭ എന്നൊക്കെ പറഞ്ഞല്ലോ, നിയമസഭയിൽ നിങ്ങൾക്ക് അംഗവുമില്ല. ആ നിയമസഭയിൽ നിങ്ങൾ ആധാരമാക്കിയ രേഖ ഏത്, ചോദ്യം ഏത്, ഏതാണ് മറുപടി എന്നുള്ളത് പറ. ഞാൻ പറയാം. രാജ്യത്ത് ഞാൻ ആധികാരികമായ രേഖ ഇതിനകത്തുണ്ട്. ഞാൻ പറയാം. പരിശോധിച്ചോളൂ. ഞാൻ വരാം. പ്രിന്റ് അത് പരിശോധിച്ച് കണ്ടെത്തിയിട്ട് വരും. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന് മറുപടി പറയാം. അദ്ദേഹം കണ്ടെത്താനൊന്നുമില്ല, എന്റെ കയ്യിലുള്ള രേഖയാണ്. അതുകൊണ്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം ഈ രേഖയെക്കുറിച്ചല്ല ചോദിച്ചത്. ഈ രേഖയെക്കുറിച്ചല്ല ചോദിച്ചത്. പ്രിന്റ് ഡോക്യുമെന്റ് വെച്ച് സംസാരിക്കും. കേരളത്തിലെ ഞാൻ പറയാം, ഓരോ എണ്ണമടക്കമുണ്ട് സാർ, എണ്ണമടക്കമുണ്ട് സാർ. അത് ഞാൻ പറയാം, അത് പറയട്ടെ സാർ. ഈ ചർച്ചയ്ക്ക് മുമ്പ് ആധികാരികമായ എണ്ണമടക്കം ഞാൻ പറഞ്ഞു തരാം. ദളിത് പീഡനങ്ങളെ കുറിച്ചിട്ട്, ദളിത് ആത്മഹത്യകളെ കുറിച്ച്, സ്ത്രീ പീഡനങ്ങളെ കുറിച്ചുള്ള എണ്ണ പറഞ്ഞു തരാം. ഒരു കാര്യത്തിലൂടെ എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. അല്ല ഞാൻ എന്റെ കയ്യിലുണ്ട്, ഇപ്പോൾ തന്നെ ഞാൻ പറയും. ഞാൻ പറയാന്ന് പറയാം, എനിക്കൊന്ന് നോക്കണം സാർ. ഞാൻ നോക്കിക്കോളൂ, ഞാൻ പോയിട്ട് വരാം. അദ്ദേഹം പറയാം മറ്റൊരു ഓക്കെ